ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പള്ളിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചകളും പള്ളിയിലെ കാഴ്ചകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ പള്ളിയായ പുതുപ്പള്ളി പള്ളിയാണ്. അപ്പോൾ അവിടെ ഇതുവരെ നമ്മൾ പോയിട്ടില്ല, പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് തിരുവല്ലയാണ്. ഈ കാണുന്നത് നമ്മുടെ തിരുവല്ല പുഷ്പമേള ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലമാണ് ഈ കാണുന്നത്. സൈഡിൽ ആ മറയൊക്കെ വെച്ചിട്ട് കാണുന്നത് ആ ഗ്രൗണ്ടാണ്, ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയതിൻ്റെ വ്ളോഗ് ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ അവസാനം പള്ളിയിലെത്തി ചേർന്നു. പുതുപ്പള്ളി പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിനിയും കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം നോക്കുവാണ്. വലിയ പള്ളിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ദിവസവും ഒത്തിരി അല്ലാതെ പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളിനിയും കയറുവാണ് അകത്തോട്ട്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ മെഴുകുതിരി വാങ്ങാനായിട്ട് ഇവിടെ ഏതെങ്കിലും കടയിൽ നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ അടുപ്പിച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും അപ്പുറത്തെ സൈഡിലും ഒക്കെ കടകൾ കണ്ടു. അപ്പോൾ നമുക്കിവിടെ മെഴുകുതിരിയും രൂപം വേണമെങ്കിൽ രൂപമൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇതേപോലത്തെ കടകളൊക്കെ നമുക്ക് കാണാം. പെരുന്നാളൊക്കെ വരുമ്പോൾ സാധാരണ പള്ളികളിലൊക്കെ വരുന്ന കടയാണ് അത്. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ആയതുകൊണ്ട് തന്നെ എപ്പോഴും കടകളൊക്കെ ഇങ്ങനെ തന്നെ കാണും. അപ്പോൾ ഇതാണ് പള്ളി. പള്ളിയിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പോൾ പള്ളിയുടെ പുറത്തായിട്ട് ഇവിടെ നമുക്ക് മെഴുകുതിരി കത്തിക്കാം. അപ്പോൾ അവിടെ നമ്മൾ മെഴുകുതിരി കത്തിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് പള്ളിക്കകം നമ്മൾ കാണുന്നത്. സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 3 പാർട്ടായിട്ടാണ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് കണ്ടില്ല, അപ്പുറത്തും ഉണ്ട്, ഇതേപോലെ തന്നെ അപ്പുറത്ത് റൈറ്റ് സൈഡിലും ഉണ്ട്. അങ്ങനെ 3 ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒത്തിരി ആൾക്കാർക്കൊക്കെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല.
പിന്നെ നമ്മൾ രൂപമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ വെച്ച് പൈസയും കൂടെ ഇട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഇനി നമ്മൾ ഉമ്മൻചാണ്ടിയുടെ നമ്മൾ കല്ലറയുടെ അവിടേക്ക് നമ്മൾ പോവാനാണ്. ഈ കാണുന്നതാണ് ഓഫീസ്. ഇവിടെ നമുക്ക് കുർബാനയുടെ നേർച്ചപ്പണവും കുർബാനപ്പണവും ഒക്കെ അടയ്ക്കാനായിട്ടുള്ള ഏരിയ ആണ് ആ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ പള്ളിയുടെ വ്യൂ. ഭയങ്കര രസമാണ്. അവിടെ വെളിയിൽ നിന്ന് നല്ലോണം ആകാശമൊക്കെ കാണുന്ന രീതിയിലാണ്, നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടാണ് കല്ലറ. നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ദിവസവും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്ന് നിന്ന് ഇവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് പേര് വന്ന് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നേ. അപ്പോൾ നമ്മളങ്ങനെ കല്ലറയുടെ അവിടെയും പോയി നമ്മളിനി തിരിച്ച് പോവാണ്. കുറേ നേരം നമ്മൾ പള്ളിക്കകത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ വെളിയിലേക്ക് വന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ മെയിൻ സ്റ്റെപ്പ് അതാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് സൈഡിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടികളും ഒക്കെ ഇതുവഴി വരാം കേട്ടോ. ആ സൗകര്യത്തിനായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയ വീഡിയോ ആണ്. നമ്മൾ പള്ളിയിൽ പോയതുകൊണ്ട് തന്നെ ഒരുപാട് അധികം അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പോയത് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് ഒരു വ്ളോഗായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം കുറേ നാൾ ആഗ്രഹിച്ച് വന്നൊരു പള്ളിയും കൂടാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.